ഹായ് നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ നാട്ടിൽ ഭയങ്കര ഓണാഘോഷ പരിപാടിയാണ്. നമ്മുടെ സഖാവ് കണ്ണാട്ടൻ ഇവിടെ എല്ലാ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ. അടുത്തതായിട്ട് വിഷയം വരുന്നതായിരിക്കും. ഇപ്പം പച്ചക്കറിയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം മക്കളെ കഴുകലും പിടിക്കലൊക്കെ ഇവിടെ തുടങ്ങി. കഴുകി വെച്ച പാത്രം ഇവിടെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ പച്ചക്കറിയുടെ മുകളിൽ എല്ലാവരും കത്തി കൊണ്ട് അഭ്യാസ പ്രകടനം നടത്തുകയാണ്. എല്ലാ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം നമ്മുടെ ഓണാഘോഷത്തിന് എല്ലാവർക്കും ഉച്ചഭക്ഷണമൊക്കെ ഉണ്ട്. ഇവിടെ രണ്ടാളെന്തോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന്. എന്തെന്നാ പ്രശ്നമൊന്നും അറിയില്ല. ഇതിപ്പോൾ ഇവർ വാശി പിടിക്കായിരുന്നു, ഞാനായിരിഞ്ഞിന് കൂടുതൽ നല്ല. അപ്പം വാശി പിടിച്ച് നടക്കട്ടെ എല്ലാ കാര്യങ്ങളും. ഇത് പാർലമെൻറ്റ് ബില്ല് അവതരിപ്പിക്കുന്നൊന്നല്ല, നമ്മളെ ദാമോദരൻ അപാര കണക്കെഴുതിയാണ്. കാരണം ആഘോഷം പ്രമാണിച്ച് സാധനമെല്ലാം അടിപൊളിയായിട്ട് നിറച്ചിട്ടുണ്ട്. കസേരയൊക്കെ തയ്യാറാക്കി വെച്ചു. അപ്പം ചേച്ചിമാരുടെയൊക്കെ കലാപരിപാടി ഇവിടെ അങ്ങ് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാം വെട്ടി പാകമായിട്ട് വെച്ചു. വിദ്യയെട്ടി പ്രമീലേട്ടി കഷ്ടപ്പെട്ട് ചെറിയ വെച്ച ആ തേങ്ങ എടുത്ത് പോയി. പ്രമീലേട്ടിക്ക് ഭയങ്കര ദുഃഖത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ മഹേഷ് ഭായി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് 1.5 കിലോ തൂക്കം വരുന്ന ഒരു കമ്പി ഒറ്റ കൈ കൊണ്ട് പൊക്കിയിട്ടാണ് ഇങ്ങനെ പോകുന്നത്. അത് ആർക്കും നടക്കാത്ത കാര്യമാണ്. പിന്നെ മക്കളെല്ലാം പാട്ട് കേട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നു. എങ്ങനെ നിന്നിട്ട് ഡാൻസ് കളിക്കേണ്ടതെന്ന് അറിയില്ല. ഇവനിങ്ങനെ വീഡിയോ എടുത്ത് നോക്കിയിരിക്കുകയെന്ന്. ഇവൻ ഇന്നലെ രാത്രി മുഴുവനും ഇപ്പോഴും കഷ്ടപ്പെട്ടിട്ടാണ് ആ പുറകിലൊക്കെ എടുക്കുന്ന കാടെല്ലാം അങ്ങ് വൃത്തിയാക്കിയത്. അതിൻ്റെ അഹങ്കാരം കാണുന്നത് കാര്യാക്കണ്ട. പൽസൻ ചന്ദ്രനിൽ നിന്ന് വന്നതൊന്നല്ല, ദുബായിൽ നിന്ന് വന്നതാണ്. അനീഷിന് ലോട്ടറി ടിക്കറ്റ് വീണ് കിട്ടിയ കാര്യം ഇവർ സംസാരിക്കുകയെന്ന്. അപ്പോൾ അനീഷ് ലോട്ടറി ടിക്കറ്റും കൊണ്ട് അങ്ങ് പോവുകയെന്ന്. ആരോ കളഞ്ഞ പഴയ ലോട്ടറി ടിക്കറ്റ് ആണെങ്കിലും അത് അടിക്കുമെന്ന വിശ്വാസത്തോടെയാണ് അവൻ്റെ നടപ്പ്. എല്ലാവരെയും കാണിച്ചിട്ട് എന്നെ ഒന്ന് കാണണ്ടേ പറഞ്ഞിട്ട് ഒരു സെൽഫിക്കും ഞാനിങ്ങനെ എടുത്തു. കൈരളി ചാനൽ റിപ്പോർട്ടർ ഷിജു കണ്ണനാണ് ആഘോഷത്തിൻ്റെ നടത്തിപ്പ്. അത് കണ്ട് സഹിക്കാൻ പറ്റാതെ ഇടയിൽ കയറി വരുന്നതാണ് മഹേഷ് ഭായി. ഞാനും എഴുതടാ എന്ന് പറഞ്ഞിട്ട്. അപ്പം സഹോദരങ്ങൾ, വീഡിയോ തീർന്നിട്ടില്ല. ഇനി അടുത്ത വീഡിയോ കൊണ്ട് ഉടനെ വരും. അതുപോലെ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ ബൈ.